അതിലേക്ക് തിരിച്ചെത്താം. എം.പി. രാജേഷ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. മന്ത്രി അതിലേക്ക്. അപ്പോൾ റെയിൽവേ കോടതിയിൽ സമാധാനം പറഞ്ഞോട്ടെ, അവർക്കൊരു ഉത്തരവാദിത്വമില്ല എന്നുള്ളതാണെങ്കിൽ ഹൈക്കോടതിയുടെ മുമ്പിൽ പറയട്ടെ. ഇപ്പോൾ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് റെയിൽവേയുടെ സമീപനം. ഇപ്പോഴും കണ്ണടച്ചിരുട്ടാക്കുകയാണ്. ഇനി ഇതിൽ കൂടുതൽ തെളിവ് വേണ്ടല്ലോ. പക്ഷെ ഇതല്ല സർക്കാർ റെയിൽവേയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇത്രയൊക്കെയായിട്ടും ഈ ദുരന്തം പോലും കണ്ണു തുറപ്പിച്ചിട്ടില്ല എന്ന് വരുന്നത് ഖേദകരമാണ്. ആ സമീപനം തിരുത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതിന് കേന്ദ്ര റെയിൽവേ മന്ത്രി ഇടപെടണം. റെയിൽവേയുടെ ഈ അത് ഇവിടുത്തെ മാത്രമാവില്ലല്ലോ. അതുകൊണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടുകയും ഈ സമീപനം സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥരെ താക്കീത് ചെയ്യാനും ആവശ്യമെങ്കിൽ നടപടിയെടുക്കാനും അദ്ദേഹം തയ്യാറാവുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ കേന്ദ്ര സർക്കാരിൻ്റെ റെയിൽവേ മന്ത്രിയുടെയും ശ്രദ്ധയെ കൊണ്ടുവരും. ഒരാശയക്കുഴപ്പമില്ല. അത്തരം കാര്യങ്ങളിൽ റെയിൽവേയുടെ ഇതാണ് പ്രാഥമികമായ ഉത്തരവാദിത്വം. അവർ അത് ചെയ്യേണ്ടതാണ്. സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ എന്ത് ചെയ്യുമെന്നുള്ളത് സാധാരണ ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം അനുസരിച്ചാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആ പ്രശ്നത്തിൽ യോഗം വിളിച്ചത് ഗവൺമെൻറ് എത്ര ഗൗരവത്തോടെ അത് കാണുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അല്ല, ഇപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഒരു കർമ്മ പദ്ധതി സംസ്ഥാനത്താകെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കർശനമായിട്ട് നടപ്പാക്കും. വലിയ ഒരു ദുരന്തമുണ്ടായിട്ടും റെയിൽവേ ഇക്കാര്യത്തിൽ കണ്ണടച്ച് ഇരട്ടാക്കുകയാണ്. ആ അപകടത്തിൻ്റെ ഉണ്ടായ ദുരന്തത്തിൻ്റെ വ്യാപ്തി റെയിൽവേ മനസ്സിലാക്കുന്നില്ല. കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് എന്നാണ് അവിടെ നിന്നും എം.പി. രാജേഷ് ഇപ്പോൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നത്.